ഹായ് ഹലോ, ഞാൻ ട്വിങ്കിൾ ജോബി, ആക്ട്രസ് ആണ്. എന്റെ ഫസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിലിം ഫീൽഡാണ്. ആക്ടിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ എന്റെ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഫ്രണ്ട്സും അല്ലാതെ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോസ് ചെയ്തൂടെ, ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ എന്നൊക്കെ. പക്ഷെ എനിക്ക് ആക്ച്വലി ഈ കാര്യത്തിലൊക്കെ വളരെ മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക റീസൺ ഉണ്ട്. എനിക്ക് വളരെ ഗുണപ്രദമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ ഗുണം ചെയ്യുന്നെങ്കിൽ നല്ലതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഫീൽഡിന്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഈ ഫേസ് ആണേലും ഹെയർ ആണേലും നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് കെമിക്കൽസ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഹെയർ ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹെയർ സ്പ്രേ അതുപോലെ ഒരുപാട് ഹീറ്റ് ഒക്കെ ഹെയറിലേക്ക് വരുന്നതുകൊണ്ട് വളരെ ഇപ്പൊ എന്റെ ഹെയറിന്റെ ഒക്കെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലായി. ഹെയർ ഫോൾ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാന് ഒരുപാട് നാളായിട്ട് ഓർക്കുന്നു ഹെയർ അതുപോലെ സ്കിന്നും ഒക്കെ ഇനി കെയർ ചെയ്ത് തുടങ്ങണമെന്ന്. പക്ഷെ മടി കാരണം എനിക്ക് ഇതുവരെ അത് പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു ഷോയ്ക്ക് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് ഡോക്ടർ പ്രിയെ കുറിച്ച് അറിഞ്ഞു. അപ്പം പ്രിയ ഡോക്ടർ ഇതുപോലെ ഒരുപാട് സ്കിന്നും അതുപോലെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രോഡക്ട്സ് പിന്നെ ഡോക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് അവർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടി, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതും പ്രകാരമാണ് ഞാൻ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിനു മുന്നേ ഞാൻ ഒരുപാട് ഇൻസ്റ്റയിലാണെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നമുക്ക് ഇതൊക്കെ ഓരോ ആഡിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് എനിക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി ഹെയർ നല്ല ലോസ് ആയി നല്ല ഇപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇനി അതിന്റെ കൂടെ ഇനി ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് ഞാൻ ഒന്നും ട്രൈ ചെയ്ത് തുടങ്ങിയില്ല. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം എനിക്ക് ഇതിന്റെ ഒരു ഹെയർ ക്രീമും അതുപോലെ ഹെയർ ഓയില് ഒരു ഷാമ്പു ആണ് ഞാൻ ഹെയറിന് വേണ്ടി വാങ്ങിച്ചത്. ഇത് നീലബൃങ്കാതി കേരം ഹെയർ ക്രീമാണ്. ഞാൻ ആക്ച്വലി ഇതിപ്പം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 1 വീക്ക് കഴിഞ്ഞു. നല്ല ഒരു ബോട്ടിലൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതായിട്ട് ഇങ്ങനെ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു ലൈറ്റ് സ്മെല്ലും ആണ്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് ഫീൽ ആണ്. ഞാനിതാ ജെല്ല് കയ്യിലെടുത്തു. നമുക്ക് ഹെയറിലേക്ക് സ്ട്രെയിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ മസാജ് ചെയ്ത് ആവശ്യത്തിനെടുത്ത് നമുക്ക് മസാജ് ചെയ്ത് നല്ലപോലെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലേക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് നമുക്ക് ഡോക്ടർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ആയിരുന്നില്ല എന്റെ ഹെയറിന്റെ അവസ്ഥ. നല്ലപോലെ ഇതിപ്പോ എനിക്ക് കുറച്ചുകൂടെ ഒരു വോളിയം ഒക്കെ ആയ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടിയൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല റഫ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഹെയർ ഒന്നും കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഹെയർ നല്ല റഫ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിസിബിൾ ചേഞ്ച് കണ്ടു തുടങ്ങി. ഇതുകൊണ്ടോ, ഇതാണ് അവസ്ഥ. സോ ഞാനിത് ഫുള്ളി ഒരു ബോട്ടില് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നമുക്കിത് ഒരു 3 hours ഒക്കെ ഹെയറിൽ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അതല്ല എങ്കിൽ നമുക്ക് നൈറ്റ് ഫുള്ള് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്ന ഷാമ്പു നാളികേരപ്പാൽ ഷാമ്പു ആണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നല്ല ഈ ഷാമ്പൂന് നല്ല കോക്കോ ബട്ടറിന്റെ കൂടിയ ഒരു സ്മെല്ലാണ്. നാളികേര പാൽ ഷാമ്പൂ എന്നാണ് ഇതിന്റെ നെയിം. നമുക്കിത് ഈ ഒരു ഷാമ്പൂ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓയില് ഞാൻ പറഞ്ഞില്ല, അതിനൊരു ഓയിലും കൂടെ വാങ്ങിച്ചെന്ന് പറഞ്ഞത് ഒന്ന് കാണിക്കാം.
ഇത് കേശവൃദ്ധി ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഹെയർ ഓയിൽ, കേശവൃദ്ധി എന്നാണ്. ഇതാണിത് ഓയില്. നമുക്ക് നമ്മൾ ഇതും അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു 3 hours ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഇല്ല എങ്കിൽ നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഫുള്ള് ഹെയറിൽ തന്നെ ലീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് അബ്സോർവ് ആയിക്കോളും സ്കാൽപ്പിലേക്കും അതുപോലെ തന്നെ ഹെയറിലേക്കും ഒക്കെ നന്നായിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. സോ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്ട്സ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗുണമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തത് തന്നെ. സോ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.